ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനൈറ്റ് ലാംഗ്വേജ് ആൻഡ് ഓട്ടോമേറ്റ തിയറി സബ്ജക്റ്റിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡിസൈൻ ഓഫ് DFA ആണ്, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഡിസൈൻ. അപ്പോൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസൈൻ എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിച്ച് അക്സെപ്റ്റ് ദ സ്ട്രിംഗ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 4 ones ഇൻ എവറി സ്ട്രിംഗ് ഓവർ ദ ആൽഫബറ്റ് സിഗ്മ ഈക്വൽ ടു 0 1. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് എന്താണ്? DFA which accept the string containing exactly 4 ones. അപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 1 1 1 1, exactly 4 ones. So how would we do that? ഇനിഷ്യൽ സ്റ്റേറ്റിനെ കാണിക്കാൻ നമ്മളൊരു ആരോ കൊടുക്കും, ഫൈനൽ സ്റ്റേറ്റിനെ നമുക്ക് 2 സർക്കിളിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബേസ് സ്ട്രിങ് 1 1 1 1. അപ്പം ഇനിഷ്യൽ സ്റ്റേറ്റ് Q0 1 അക്സെപ്റ്റ് ചെയ്ത് Q1 വീണ്ടും 1 അക്സെപ്റ്റ് ചെയ്ത് Q2 വീണ്ടും 1 അക്സെപ്റ്റ് ചെയ്ത് Q3 1 അക്സെപ്റ്റ് ചെയ്ത് Q4 ഫൈനൽ സ്റ്റേറ്റ് ആയപ്പോഴത്തേക്കും 4 ones 1 1 1 1 നമ്മുടെ ബേസ് സ്ട്രിങ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രാൻസിഷൻസ് ചെയ്യാം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ട്രാൻസിഷൻസ് കണ്ടുപിടിക്കണം. അതായത് ഡെൽറ്റ Q00, ഡെൽറ്റ Q10, ഡെൽറ്റ Q20, ഡെൽറ്റ Q30, ഡെൽറ്റ Q40, ഡെൽറ്റ Q41. ഇത്രയും ട്രാൻസിഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ ഡെൽറ്റ Q00. അപ്പോൾ Q00 നമുക്കിതാ ഇവിടെ ഒരു സെൽഫ് ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് എന്താണ്? സ്ട്രിങ് വിത്ത് എക്സാക്ട്ലി 4 ones. സോ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് എങ്ങനെ വരും? 0 1 1 1 1. അപ്പോൾ എക്സാക്ട്ലി 4 ones വരുന്നുണ്ട്. സോ യു ക്യാൻ ഗിവ് എ സ്ട്രിങ് ദെയർ. Q0യുടെ ട്രാൻസിഷൻ അപ്പോൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് Q0 കഴിഞ്ഞു. ഇനി Q1ൻ്റെ 0. Q1ൻ്റെ 0 ഞാൻ അതും ഇവിടെ സെൽഫ് ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് എങ്ങനെ വരും? 0 1 0 1 0 1 0 1 1 1. അപ്പോഴും 4 ones അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാം. അക്കോർഡിംഗ് ടു എ ലാംഗ്വേജ് ഇറ്റ് ഈസ് പോസിബിൾ. ഇനി നെക്സ്റ്റ് ഡെൽറ്റ Q20 ഞാനിവിടെ അതിൻ്റെ 0 ഇവിടെ ലൂപ്പിൽ കൊടുക്കുക. ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരാം? സ്ട്രിങ് 0 1 0 1 0 1 1. അപ്പോഴും 4 ones വരുന്നുണ്ടല്ലോ. സോ അക്കോർഡിംഗ് ടു എ ലാംഗ്വേജ് എക്സാക്ട്ലി 4 ones is accepted there. അപ്പോൾ അതും പോസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ Q30 ആ ട്രാൻസിഷൻ Q30 എന്ന് പറയുന്നത് ഞാൻ എന്താ ഇവിടെ സെൽഫ് ലൂപ്പിൽ കൊടുക്കുക. അപ്പോഴും നമുക്ക് സ്ട്രിങ്ങിൽ 4 ones വരും. ദെൻ Q4ൻ്റെ 0യും 1ഉം ഉണ്ട്. അപ്പോൾ Q4ൻ്റെ 0യും 1ഉം കൂടെ ഞാൻ എന്താ ഇവിടെ ഒരു ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതാ നോക്കിക്കോ, 0 1 0 1 0 1 0 1 0 0 0 0. അങ്ങനെ ആയാൽ കുഴപ്പമില്ല, ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്. അതല്ല 0 1 0 1 0 1 0 1 0 0 അല്ല, ലൂപ്പിൽ ഇപ്പോൾ 1 ആണ് റിപ്പീറ്റ് ആണെങ്കിൽ 1 1 1 1 എന്ന് പറഞ്ഞ് ഇവിടെ 0 1 കൊടുത്തു കഴിഞ്ഞുള്ള കാര്യമാണ് 1 1 1 1 എന്ന് വരും. അപ്പോൾ ഈ എക്സാക്ട്ലി 4 ones എന്നുള്ള കണ്ടീഷൻ എന്താവും? സാറ്റിസ്ഫൈഡ് ചെയ്യില്ല. അപ്പോൾ 1 നമുക്കിവിടെ ലൂപ്പിൽ കൊടുക്കാൻ പറ്റില്ല. Q4ൻ്റെ 1 ഞാൻ എന്താ Q3യിലേക്ക് കൊടുത്താൽ അപ്പോഴും 1 1 1 1 1 1 അങ്ങനെ എക്സാക്ട്ലി 4 ones എന്നുള്ള ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ആകുന്നില്ല. സോ ഒരു പോസിബിലിറ്റി ഇല്ല. ഇങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല, ഇങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല, ഇങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല. എങ്ങനെ കൊടുത്താലും 4 1 എന്നുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത കേസസിൽ നമ്മൾ 1നെ ഡെഡ് സ്റ്റേറ്റിലോട്ട് കൊടുത്തു. ഒരു പോസിബിലിറ്റി ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുക്കും. അപ്പോൾ Q5നെ നമ്മൾ Q4ൻ്റെ 1നെ നമ്മൾ ഡെഡ് സ്റ്റേറ്റ് Q5ലേക്ക് കൊടുത്തു. എന്നിട്ട് Q5ൻ്റെ ട്രാൻസിഷൻ 0യും 1ഉം കാണിച്ചു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിച്ച് അക്സെപ്റ്റ് ദ സ്ട്രിംഗ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 4 ones. എന്നിട്ട് അതിൻ്റെ ടപ്പിൾസ് ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. M എന്ന് പറയുന്നതിൻ്റെ അകത്ത് സെറ്റിൽ എന്തൊക്കെയുണ്ട്? Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. Q0 Q1 Q2 Q3 Q4 Q5 സ്റ്റേറ്റ്സിലായിരുന്നു അത്രയും. പിന്നെ സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫബറ്റ് 0 1. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിഷൻ. Q0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇവിടുത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആയിരുന്നു അല്ലേ? ഇവിടുത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതാ?
Q0, ഫൈനൽ സ്റ്റേറ്റ് Q4. ഇനി എഫ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ്, അത് സെറ്റിൽ ഫൈനൽ സ്റ്റേറ്റ് Q4 കൊടുത്തു. ഈ ട്രാൻസിഷൻ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു ടേബിൾ വരച്ചിട്ട് എഴുതിയാലും മതി. ടേബിൾ വരച്ചിട്ട് ഇവിടെ സ്റ്റേറ്റ്, ഇവിടെ ഇൻപുട്ട് 0 1, ഓക്കെ. എന്നിട്ട് Q0 Q1 എക്സെട്ര Q5 വരെ കൊടുക്കും. ഇവിടെ ഞാൻ Q0 Q4 എടുത്തു. അപ്പോൾ ടേബിളിൽ Q0 എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആരോയും കൊടുക്കുക, Q4 ഫൈനൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സ്റ്റാറും. പിന്നെ ഓരോ ട്രാൻസിഷൻസ് Q0 0 അക്സെപ്റ്റ് ചെയ്ത് Q0 വരും, Q0 1 അക്സെപ്റ്റ് ചെയ്ത് Q1 വരും. അങ്ങനെ ഓരോന്നിൻ്റെയും ട്രാൻസിഷൻസ് എഴുതുക. Q0 0 അക്സെപ്റ്റ് ചെയ്ത് Q0 1 അക്സെപ്റ്റ് ചെയ്ത് Q1, Q1 0 അക്സെപ്റ്റ് ചെയ്ത് Q1 1 അക്സെപ്റ്റ് ചെയ്ത് Q2, അങ്ങനെ ടേബിൾ ഫില്ല് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ DFA വിച്ച് അക്സെപ്റ്റ് ദ സ്ട്രിങ് 1100. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് എന്താണ്? ഡിസൈൻ എ DFA വിച്ച് അക്സെപ്റ്റ് ദ സ്ട്രിങ് 1100. അപ്പോൾ ബേസ് സ്ട്രിങ് എന്താണ്? 1100. ഇതാണ് നമ്മളുടെ ബേസ്. അപ്പോൾ അത് നമ്മൾ ആദ്യം വരയ്ക്കണം. ഇനിഷ്യൽ സ്റ്റേറ്റ് Q0 1 അക്സെപ്റ്റ് ചെയ്ത് Q1, വീണ്ടും 1 അക്സെപ്റ്റ് ചെയ്ത് Q2, 0 അക്സെപ്റ്റ് ചെയ്ത് Q3, വീണ്ടും 0 അക്സെപ്റ്റ് ചെയ്ത് Q4 ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ ബേസ് ആയി 1100. ഇനി ഓരോന്നിൻ്റെയും ട്രാൻസിഷൻസ്. അപ്പോൾ Q0യുടെ 0 ഞാൻ എന്താ ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, Q0യുടെ 0 ട്രാൻസിഷൻ ഞാൻ അവിടെ സെൽഫ് ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ട്രിങ് എങ്ങനെ വരും? 0 1 1 0 0. Is it possible? No, because according to our language the DFA should accept only the string 1100 only. The string 1100 only എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലോ 0, അപ്പോൾ എന്താവും? സ്ട്രിങ് 0 1 1 0 0 എന്നാവും. അത് പറ്റുമോ? ഇല്ല. ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, Q3 പറ്റില്ല, Q4 പറ്റില്ല. അപ്പം ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുത്തു, Q0യുടെ 0. അപ്പോൾ Q0യുടെ ട്രാൻസിഷൻ കഴിഞ്ഞു. ഇനി Q1 0. Q1 0 എനിക്കിവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മളുടെ ബേസ് മാറും, 1100 മാറും. അതിനെ എടുത്ത് ഇങ്ങോട്ട് കൊടുത്താലും 1 0 0 0 എന്നാവും. അതും പറ്റില്ല. ഇങ്ങോട്ടും പറ്റില്ല, ഇങ്ങോട്ടും പറ്റില്ല. അപ്പോൾ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതും ഡെഡ് സ്റ്റേറ്റിൽ കൊടുത്തു. ഇനി Q2 1 ഞാൻ എന്താ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് സ്ട്രിങ് എന്താവും? 1 1 1 0 0. അത് പറ്റും. അക്കോർഡിംഗ് ടു ലാംഗ്വേജ് സ്ട്രിങ് ഷുഡ് അക്സെപ്റ്റ് ഓൺലി 1 1 0 0. ആ ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതും പറ്റില്ല. അതേസമയം അവിടുത്തെ 1 ഇങ്ങോട്ട് കൊടുത്താലും എന്താവും? 1 1 1 0. അതും പറ്റില്ല. Q4 കൊടുത്താലും 1 1 1 എന്ന് പറഞ്ഞേ വരും. അതും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് Q2 1 ഡെഡ് സ്റ്റേറ്റിൽ കൊടുത്തു. ഇനി നെക്സ്റ്റ് Q3 1 ഇവിടെ സെൽഫ് ലൂപ്പിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ ബേസ് സ്ട്രിങ് 1100 ആണ്, അത് മാറും, പറ്റില്ല. Q3 1 ഞാൻ Q4 കൊടുക്കാൻ നോക്കിയാലും അതും പറ്റില്ല. കാരണം 1 1 0 1 അങ്ങനെ ഒരു സ്ട്രിങ് വരും, അതും പറ്റില്ല. അപ്പോൾ ഇനി Q3 1 നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അങ്ങോട്ട് കൊടുത്താൽ എന്താവും? 1 1 0 1 0 0 അങ്ങനെ ഒരു സ്ട്രിങ് വരും. അപ്പോൾ അപ്പോഴും നമ്മുടെ ബേസ് സ്ട്രിങ്, നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഷുഡ് അക്സെപ്റ്റ് ഓൺലി 1 1 0 0 എന്നാണ്. സോ അത് ആ കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട്, അതും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഡയറക്റ്റ് ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുത്തു. ഇനി Q4 0 1 ട്രാൻസിഷൻ. Q4 0 1 ഞാൻ എന്താ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? സ്ട്രിങ് 1 1 0 0 പിന്നെ 0 0 0 അല്ലെങ്കിൽ 1 1 1 1 എന്ന് ലൂപ്പ് വരും. അപ്പോഴും നമ്മളുടെ ബേസ് സ്ട്രിങ് ആയിട്ടുള്ള 1 1 0 0 നമ്മളുടെ DFA ഷുഡ് അക്സെപ്റ്റ് ഓൺലി ദ സ്ട്രിങ് 1 1 0 0 ആണ്. സോ ദാറ്റ് കണ്ടീഷൻ ഇസ് വയലേറ്റഡ് ഹിയർ. അപ്പോൾ അവിടെ സെൽഫ് ലൂപ്പ് പറ്റില്ല. അതിന് ഇങ്ങോട്ട് എങ്ങാനും കൊടുത്താലോ 0 1, അപ്പോഴും 1 1 0 0 0 0 അല്ലെങ്കിൽ 1 1 0 0 1 1 അങ്ങനെ വരും. ഇങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല, ഇങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല, ഇങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതും ഡെഡ് സ്റ്റേറ്റിൽ കൊടുത്തു, Q4 0 1. എന്നിട്ട് Q5 നമ്മുടെ ഡെഡ് സ്റ്റേറ്റിൻ്റെ ട്രാൻസിഷൻ 0 1 കൊടുത്തു. അതിനുശേഷം ടപ്പിൾസ് എഴുതി ട്രാൻസിഷൻസ് ചെയ്ത്.
In next question, design a DFA which accepts the language L equal to W, where W belongs to 0, 1, where every 0, നമ്മുടെ language ഇതാണ്, where every 0 in W has 1 immediately to its right. Okay, അപ്പോൾ every 0 has 1 immediately to its right. അപ്പോൾ നമ്മുടെ base string എന്താണ്? 0, 1. So let's see. Okay, base string 0, 1. Every 0 has 1 immediately to its right. അപ്പോൾ ഇങ്ങനെ വരും. Initial state Q0, 0 accept ചെയ്ത് Q1, 1 accept ചെയ്ത് Q2, final state. അപ്പോൾ base string 0, 1 ആയി. ഇനി നെക്സ്റ്റ് ഓരോന്നിൻ്റെ ട്രാൻസിഷൻസ്. ഡെൽറ്റ Q01, ഡെൽറ്റ Q10, ഡെൽറ്റ Q20, ഡെൽറ്റ Q21. അപ്പം ആദ്യമേ ഡെൽറ്റ Q01 നമ്മൾ ഇവിടോട്ട് ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? 1, 0, 1. അപ്പോഴും നമ്മളുടെ സ്ട്രിങ് എന്ന് പറയുന്നത്, നമ്മുടെ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഹാസ് 1 ഇമ്മീഡിയറ്റ്ലി ടു ഇറ്റ്സ് റൈറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1, 0, 1. സോ ഇസ് ഇറ്റ് പോസിബിൾ? യെസ്. അപ്പോൾ Q0യുടെ 1 നമുക്കിവിടെ ലൂപ്പ് കൊടുക്കാം. പിന്നെ അല്ലാതെ ഇനി നെക്സ്റ്റ് Q1ൻ്റെ 0. Q1ൻ്റെ 0 ഞാൻ എന്താ ഇവിടെ ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളുടെ സ്ട്രിങ് എന്ന് പറയുന്നത് 1, 0, 0, 1 എന്നാവും. അതായത് 1, 0, 0. അപ്പോൾ ഈ 0യുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ വരുന്നത് എന്താണ്? 0 ആണ്. നമ്മളുടെ ലാംഗ്വേജ് എന്താണ്? 0 ഷുഡ് ഹാവ് 1 ഇമ്മീഡിയറ്റ്ലി ടു ഇറ്റ്സ് റൈറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 0 കൊടുത്താൽ നമ്മുടെ ലാംഗ്വേജ് അനുസരിച്ച് ഇസ് ഇറ്റ് പോസിബിൾ? നോ. സോ അപ്പോൾ അവിടെ ലൂപ്പ് കൊടുക്കാൻ പറ്റില്ല. Q1ൻ്റെ 0 അവിടെ ലൂപ്പ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ലൂപ്പിൽ കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. Q1ൻ്റെ 0 ഇങ്ങോട്ട് കൊടുക്കാൻ നോക്കിയാലോ? അപ്പോൾ എന്താവും? 1, 0, 0. അപ്പോഴും ഈ 0യ്ക്ക് ഇമ്മീഡിയറ്റ് റൈറ്റിൽ വരുന്നത് എന്താണ്? 0. അതും പറ്റില്ല. അപ്പോൾ ഇനി Q1ൻ്റെ 0 ഇങ്ങോട്ട് കൊടുത്താലോ? Q0യിലോട്ട്. അപ്പോൾ വരുന്നത് എന്താണ്? സ്ട്രിങ് 1, 0, 0, 0. അപ്പോഴും 0യുടെ റൈറ്റിൽ വരുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ അക്കോർഡിംഗ് ടു അവർ ലാംഗ്വേജ്. സോ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുത്തു. ഓക്കെ, Q1ൻ്റെ 0 നമ്മൾ ഡെഡ് സ്റ്റേറ്റ് Q3യിലേക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ് Q2ൻ്റെ 0യും 1. Q2ൻ്റെ 0യും 1 ഞാൻ എന്താ ഇവിടെ കൊടുത്താൽ നമ്മളെ സ്ട്രിങ് എങ്ങനെയൊക്കെ വരാം? 1, 0, 1, 0, 0 അങ്ങനെ വരാം. അപ്പം ഇവിടെ അപ്പോൾ ഈ 0 നമ്മളിവിടെ ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ 0യുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ 1 വരുന്നുണ്ടോ? വരുന്നില്ല. സോ ഇസ് ഇറ്റ് പോസിബിൾ ടു ഗിവ് ലൈക്ക് ദാറ്റ് അക്കോർഡിംഗ് ടു എ ലാംഗ്വേജ്? നോ. 0 ലൂപ്പിൽ കൊടുക്കാൻ പറ്റത്തില്ല. 1 കൊടുത്താലോ? 1ന് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് 1 നമുക്കിവിടെ ലൂപ്പിൽ തന്നെ കൊടുക്കാം. ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ഇനി Q2ൻ്റെ 0 ഞാൻ എന്താ ഇങ്ങോട്ട് കൊടുത്താൽ Q1യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരാം? സ്ട്രിങ് 1, 0, 1, 0, 1, 1, 1 എന്നോ അങ്ങനെ എങ്ങനെ വേണേൽ വരാം. അപ്പോൾ ഇവിടെ 0 കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്താണ് വരുന്നത്? റൈറ്റിൽ 1 തന്നെയാണ്. സോ ഇസ് ഇറ്റ് പോസിബിൾ അക്കോർഡിംഗ് ടു എ ലാംഗ്വേജ്? യെസ്. സോ അത് അവിടെ അങ്ങനെ കൊടുക്കാം. ദെൻ Q3യുടെ ട്രാൻസിഷൻ 0, 1 കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ടേബിളിലും ട്രാൻസിഷൻസ് കാണിക്കുക, ടപ്പിൾസ് എല്ലാം എഴുതുക. സോ ദിസ് ഈസ് ദ DFA which has 1 immediately to the right of 0. Okay, last question. Design a DFA that accepts the language starting with 0, 0. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് എന്താണ്? സ്റ്റാർട്ടിങ് വിത്ത് 0, 0. അപ്പോൾ ബേസ് സ്ട്രിങ് എന്താണ്? 0, 0. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് Q0, 0 അക്സെപ്റ്റ് ചെയ്ത് Q1ൽ വീണ്ടും 0 അക്സെപ്റ്റ് ചെയ്ത് Q2 ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ ബേസ് സ്ട്രിങ് 0, 0 ആയിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ട്രാൻസിഷൻസ്. ഡെൽറ്റ Q01, ഡെൽറ്റ Q11, ഡെൽറ്റ Q20, ഡെൽറ്റ Q21. അപ്പോൾ ഇനി ഡെൽറ്റ Q01 ഫസ്റ്റ് ട്രാൻസിഷൻ. അപ്പോൾ Q01
1 നമ്മളിതാ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വിത്ത് 00 ആണ്. അപ്പം ഇസ് ഇറ്റ് പോസിബിൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 100 എന്നാവും. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗിവ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇനി 1 ദാ ഇങ്ങോട്ട് കൊടുത്താലോ Q1ലോട്ട്, അപ്പോഴും ദാ 10, അപ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് 1. ഇങ്ങോട്ട് കൊടുത്താലും 100 ഓർ 11, അപ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് 1 ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് Q0ൻ്റെ 1 നമ്മൾ ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെൽറ്റ Q11 ഞാൻ എന്താ ഇവിടെ സെൽഫ് ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിങ് എങ്ങനെ വരും? 010. ഇസ് ഇറ്റ് പോസിബിൾ? നോ, ബിക്കോസ് അക്കോർഡിംഗ് ടു ലാംഗ്വേജ് സ്ട്രിങ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് 00. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് 00 ആണോ? അല്ല. സോ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. Q1ൻ്റെ 1 Q2ലോട്ട് കൊടുത്താലും സ്റ്റാർട്ടിങ് ദാ 01 അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അതും പോസിബിൾ അല്ല. അപ്പോൾ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് Q1ൻ്റെ 1 എങ്ങോട്ട് കൊടുക്കും? ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് Q2ൻ്റെ 0യും 1ഉം ട്രാൻസിഷൻ. Q2ൻ്റെ 0യും 1ഉം നമുക്ക് ദാ ഇവിടെ സെൽഫ് ലൂപ്പിൽ തന്നെ കൊടുക്കാം. കാരണം ദ ലാംഗ്വേജ് സേസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 00 എന്നേ ഉള്ളൂ. എൻഡിങ് അപ്പോൾ എന്ത് വേണേ ആവാമല്ലോ. അപ്പോൾ 01 നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ DFA വിച്ച് അക്സെപ്റ്റ് ദ ലാംഗ്വേജ് സ്റ്റാർട്ടിങ് വിത്ത് 00. ഓക്കെ, സോ അതിൻ്റെ ടപ്പിൾസ് എഴുതി കാണിക്കണം. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Q2, ദെൻ ഇനിഷ്യൽ സ്റ്റേറ്റ്, എന്നിട്ട് അതിൻ്റെ ട്രാൻസിഷൻസ്. Okay, thank you, and we'll continue in the upcoming videos.